മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, ഈ ഇറാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയാക്കൾ അവരെ വെള്ളപൂശാൻ ചില ആളുകൾ ശ്രമിച്ചു. സഹോദരന്മാരെ, നമ്മളൊരു കാര്യവും കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്ന് പറയുന്ന ഡോക്ടർ അലി ശരീഅത്തിയുടെ മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? അതിന്റെ 51-ാമത്തെ പേജിലാണ് പറയുന്നത്, ഏത് ഖുർആനിലേക്കാണ് നാം മടങ്ങേണ്ടത്? ചോദ്യമാണ്, ഏത് ഖുർആനിലേക്കാണ് നാം മടങ്ങേണ്ടത്? ഖുറൈശി പ്രബുദ്ധത്തെ പുനഃസ്ഥാപിക്കുകയും അബൂദറിനെ കൊല്ലുകയും ചെയ്ത 3-ാം ഖലീഫ ഉസ്മാന്റെ കൊട്ടാരത്തിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ? അതോ അതിനുശേഷം വീണ്ടും പറയുന്നു, പ്രവാചകന്റെ പള്ളിയുടെ ഒരു മൂലയിൽ താമസിച്ച ശാന്ത പ്രകൃതിയായ ഇമാം അലിയുടെ കൊച്ചു കുടിലിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ? ഖുർആൻ 2 രൂപത്തിലാണ് ഈ രണ്ടാളുകൾ മനസ്സിലാക്കിയത് എന്ന ദുഷ്ടചിന്ത, ജൂതന്റെ ചിന്ത ഷിയാക്കളുടെ പുസ്തകത്തിൽ വന്നു. പക്ഷേ മലയാളത്തിലും വന്നു. ആരച്ചടിച്ചു? ആരാണ് മലയാളത്തിൽ അച്ചടിച്ചത്? ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞ ഖുർആനിനെ കുറിച്ച് സംശയമുണ്ടാക്കുന്ന ജൂത സ്പോൺസേർഡ് സംഘടന, ആ സംഘമായ ഷിയാക്കൾ ഖുർആനിനെ കുറിച്ച് 2 ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട 2 ആളുകൾ 2 രൂപത്തിലാണ് ഖുർആനെ മനസ്സിലാക്കിയത്. എന്നിട്ട് എന്താ കാര്യം? നമ്മുടെ കയ്യിലുള്ള ഖുർആനെ കുറിച്ച് ജൂതന് സംശയം ഉണ്ടാക്കണം. ഓൻ പറഞ്ഞാ കേക്കോ, ഈ പറ, എനിക്ക് ഇസ്ലാമിന്റെ വേഷല്ലേ, ഈ പറ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുകയാണ്. തൊട്ടടുത്ത പേജിൽ 52-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? എങ്ങോട്ടാ മടങ്ങേണ്ടത്? ഇമാം അലി മനസ്സിലാക്കിയ ഖുർആനിലേക്ക് മടങ്ങേണ്ടത്. എങ്ങോട്ടാണ്? ഇമാം അലി മനസ്സിലാക്കിയ ഖുർആനിലേക്ക്. സഹോദര, പരിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തെ 2 ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ആളുകൾ 2 രൂപത്തിൽ മനസ്സിലാക്കി എന്ന് ഉള്ള പുസ്തകം എഴുതിയതും ഡോക്ടർ അലി ശരീഅത്തി തന്നെയാണ്. അലി ശരീഅത്തിയെ വിമർശിക്കുമ്പോ ചിലർക്ക് വിഷമം. എന്താ, അയാളിപ്പോ സഹാബത്തിനെ ദുഷ്ടന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പരെ കൃതിയൊക്കെ ഉഷാറാണല്ലോ. സഹോദര, സഹാബത്തിനെ തള്ളിയിട്ട് വേണോ ഇസ്ലാമിക സാഹിത്യത്തെ അനുകൂലിക്കാൻ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്. നമ്മൾ പറഞ്ഞു, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് വല്ലാത്ത വിഷമം. അവരെഴുതി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും വിശ്വസിക്കുന്ന ഇറാനിലെ ഷീകൾ നിലവിലുള്ള വിശുദ്ധ ഖുർആനെ അവിശ്വസിക്കുകയോ മറ്റൊരു ഖുർആൻ അംഗീകരിക്കുന്നവരോ അല്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും വശമുള്ളത് ഒരേ ഖുർആനാണ്. അതിന്നോളം ഒരു വ്യത്യാസവും ആരും വരുത്തിയിട്ടില്ല, ഇനിയൊട്ട് വരുത്താൻ സാധ്യവുമല്ല. അവസാന ഭാഗവും നമ്മളും അംഗീകരിക്കുന്നു. ആ ഒരു ഖുർആനിൽ ഒരു വ്യത്യാസവും വരുത്താൻ ആർക്കും സാധ്യമല്ല. പക്ഷേ നമുക്ക് വിയോജിപ്പ് ഈ ഉദ്ധരണ ആദ്യ ഭാഗത്തിലാണ്. ഷിയാക്കൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, വേറെ ഖുർആനുണ്ട്. എന്തേ ഇവരെങ്ങനെ വെള്ളപൂശേണ്ട കാര്യം? എന്തേ? അതെ, ഇറാനിലെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ജമാഅത്ത് ഷിയാക്കൾ 2 തരം ഖുർആൻ ഉണ്ടെന്ന് ജനങ്ങളെ ധ്വനിപ്പിക്കാൻ ശ്രമിച്ച ആ ആശയത്തെ വെള്ളപൂശിയത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ അവർക്കുള്ള മറുപടി പറയുന്നത് ഷിയാക്കളാണ്. നമ്മൾ ബുഹാരിക്ക് കൊടുക്കുന്ന അതേ സ്ഥാനമാണ് അൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഷിയാക്കൾ കൊടുക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ ഇമാം കുലൈനി പറയുകയാണ്, ഇന്നൽ ഖുർആനല്ലദീ ജാഅ ബിഹി ജബ്രാഹീൽ അലൈഹിസ്സലാം ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 17,000 ആയ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്ത ഖുർആനിൽ 17,000 ആയത്തുകളുണ്ട്. വെള്ളപൂശണ്ട. നോക്കൂ, ജമാഅത്തിന് മറുപടി ഷിയാക്കൾ പറയുന്നു, നിങ്ങൾ പറയും പോലല്ല, നിങ്ങൾ ഞങ്ങളെ വെള്ളപൂശണ്ട. ഞങ്ങൾ പറയുന്ന ഖുർആനിൽ 17,000 ആയത്തുണ്ട്. മദ്ദഅ അഹദും മിനൻ നാസി അന്നഹു ജമഅൽ ഖുർആന കുല്ലഹു ഇല്ലാ കദ്ദാബ്. ഖുർആൻ മുഴുവനും ക്രോഡീകരിച്ചു എന്ന് കദ്ദാബല്ലാതെ, കളവ് പറയുന്നവരല്ലാതെ പറയില്ല. ഖുർആൻ ക്രോഡീകരിച്ചു എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ടോ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഉണ്ട്, ഇല്ലെന്നാണ് ഷിയാക്കൾ പറയുന്നത്. തീർന്നില്ല. വമാ ജമഅഹു വഹഫിലഹു, അത് ക്രോഡീകരിച്ചിട്ടുമില്ല, അത് മനപ്പാഠമാക്കിയിട്ടുമില്ല. കമാ നുസ്സില ഇല്ലാ അലി ഇബ്നു അബീ ത്വാലിബ് വൽ അഇമ്മത്തു മിൻ ബഅദിഹി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതിന്
അതിനുശേഷം വന്ന ഇമാമിങ്ങളുമല്ലാതെ അത് ക്രോഡീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ അത് മനപ്പാഠമാക്കിയിട്ടുമില്ല. നോക്കൂ, ഖുർആനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതേപോലെ ഇമാം ഹൂഇയോട് ചോദിച്ചു, ഇപ്പോഴുള്ള ഖുർആനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ഷിയ നേതാവ് പറഞ്ഞു, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അവിടെ നിൽക്കട്ടെ. ഹത്താ യൽഹറൽ ഖുർആൻ ഫാത്തിമ ഖുർആൻ വരുന്നത് വരെ, 12ാമത്തെ ഇമാം വന്നാലേ അത് വരുള്ളൂ. അതുവരെ തൽക്കാലം ഇത് ഉപയോഗിച്ചോളി. യഥാർത്ഥ ഖുർആൻ വരാനിരിക്കുന്നു. ഇത് ലോകത്തൊരു കുട്ടി അംഗീകരിക്കോ? ഇത് ഷിയാക്കളുടെ പുസ്തകത്തിലുള്ളതാ. എന്നിട്ട് ഇതിനെ എതിർത്തപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ ഷിയാക്കൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, 16 ആയത്തുണ്ട്. ജൂതന്മാര് പറഞ്ഞു കൊടുത്ത് അവര് പറഞ്ഞാൽ നമ്മൾ എന്തിനാ സഹോദരന്മാരെ അനുകൂലിക്കാൻ പോകുന്നത്? ഞാൻ ഇത് വ്യക്തമാക്കാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഉദ്ധരണികൾ കേൾപ്പിച്ചപ്പോൾ, ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങൾ കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവാണല്ലോ സഹോദരന്മാരെ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി ഇവരെ എതിർക്കുന്നത്, സമസ്തയെ എതിർക്കുന്നത്. അതേപോലെ തന്നെ ഈ ജമാഅത്ത് പോലെയുള്ള സംഘടനകളെ എതിർക്കാനുള്ളത് ആശയപരമായ കാരണങ്ങളാലാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ജിഹാദ് എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത ആളുകളില്ലേ, അങ്ങനെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവർ ഈ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളിൽ എല്ലാവരും ഉണ്ട്, ഞങ്ങളിൽ സമസ്തക്കാരുണ്ട്, ഞങ്ങളിൽ പിന്നെ മുജാഹിദുകളുണ്ട്, തബ്ലീഗ് ജമാഅത്തുകാരുണ്ട്, ത്വരീഖത്തുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്നായിട്ട് ജിഹാദ് നടത്താൻ വേണ്ടി യോജിക്കുകയാണ്. പക്ഷേ എല്ലാവരും ഉണ്ടാകാം, ആശയം ഒന്നേ ഉള്ളൂ. മൗദൂദിയുടെ ജിഹാദ് എന്ന് പറയുന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് തേജസ് 2005 ജൂൺ 1 മുതൽ 15 വരെയുള്ള ലക്കത്തിൽ പറയുന്നു, ഇസ്ലാമിലെ ജിഹാദിന്റെ സമഗ്രതയും ഷഹാദയുടെ മഹാത്മ്യവും അതിന്റെ തനത് രൂപത്തിൽ അവതരിപ്പിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 വിഖ്യാത പണ്ഡിതന്മാരാണ് ഷഹീദ് സയ്യിദ് കുത്തുബും സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയും. ജിഹാദ് രണ്ടാക്കേ മനസ്സിലായിട്ടുള്ളൂ. അത് നിങ്ങളെ സമസ്തക്കാർക്കും സലഫിക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് മൗദൂദിക്കേ മനസ്സിലായിട്ടുള്ളൂ, അത് സയ്യിദ് കുത്തുബിനെ മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ സുന്നിലുണ്ട്, എല്ലാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ജിഹാദ് ഒന്നേ ഉള്ളൂ. ആ ജിഹാദ് മൗദൂദി പറഞ്ഞ ജിഹാദാണ്. ആരാ പറയുന്നത്? പാവപ്പെട്ട NDF-ന്റെ സുഹൃത്തിന് അറിയുമോ? മൗദൂദി പറഞ്ഞ ജിഹാദ്, സയ്യിദ് കുത്തുബ് പറഞ്ഞ ജിഹാദ്, അതാണ് യഥാർത്ഥ ജിഹാദ് എന്നാണ് ഈ പ്രസ്ഥാനം വിശ്വസിക്കുന്നതെന്ന് ഇല്ല. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിന് തെറ്റിപ്പോകുന്നതിനെ നാം സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം. സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള 2 മാർഗങ്ങളാണ് വളരെ ലഘുവായ രൂപത്തിൽ. ആ മാർഗങ്ങളുടെ ഓരത്തുകൂടി നമ്മളൊന്ന് സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്രയും ആസൂത്രിതമായ ശ്രമമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പച്ച മലയാളത്തിലാണ് സ്വഹാബത്തിനെ ദുഷ്ടന്മാർ എഴുതി വിട്ടുന്നത്. ഇത് വായിക്കാനും പ്രചരിപ്പിക്കാനും പിന്നീട് ന്യായീകരിക്കാനും ചില ആളുകളെ ക്ലാസുകൾ കൊടുത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്നു. ആ കുട്ടികളോട് നമുക്ക് സ്നേഹമുണ്ട്, ആ സംഘടനയിലെ മുഴുവൻ ആളുകളോട് നമുക്ക് സ്നേഹമുണ്ട്. തിരിച്ചറിയണം ആരാണ് ഇതിന്റെ പിന്നിൽ, ആരുടെ ആശയമാണ് നമ്മുടെ അടുത്തുള്ളതെന്ന് തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായി. ആ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് മുസ്ലിങ്ങളുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. മുസ്ലിം പേരുള്ള സംഘടനകൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടത്രേ. അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് മുസ്ലിങ്ങളാണെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിലെ ഇസ്ലാമിന്റെ ശത്രുക്കളാണവർ. ഇസ്ലാമിനുള്ളിലെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയവർ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ, ഒരു ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബോംബ് പൊട്ടിയാൽ ആരാ സഹോദര മരിക്കുക? ആരൊക്കെയാണ് മരിക്കുക? ഇതിന്റെ പേര് ഭീരുത്വം എന്നാണ്. ഇസ്ലാമിന്റെ പേര് ചരിക്കാൻ അവർക്ക് അവകാശമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പുറത്തുള്ളവരെക്കാളും ഇത്തരം ആളുകൾ കൂടുതൽ സഹായകമാകില്ല എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്.